വിഷുവിന്റെ തലേന്ന് രാത്രി തോന്നിയ ഐഡിയ ആണ് മോൻ ഒരു കുർത്ത തയ്ക്കാന്ന്. എന്നാ അതിന്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്കും കൂടെ പറഞ്ഞു. ലൈനിങ്ങിലാണ് എല്ലാം മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ബാക്ക് പീസ് ഫ്രണ്ട് പീസിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ പൊക്കി വെക്കണം. ഇവിടെ ഒരു ബ്ലാക്ക് ലൈനിങ് ഉണ്ടായിരുന്നു, അപ്പൊ അതാണ് എടുത്തിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് 20+1 ആണ് എടുക്കുന്നത്. അത് മാർക്ക് ചെയ്തെടുത്ത് സൈഡിൽ ഒരു 0.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഐഡിയ തോന്നിയത്, അതുകൊണ്ട് കുർത്തയുടെ ആൾ ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ഷർട്ട് എടുത്ത് ഷോൾഡറും ആംഹോളും കറക്റ്റായി വരച്ചെടുക്കുക. ഇതേപോലെ ആ ഷർട്ടിന്റെ അതേ അളവിൽ ഞാൻ ആംഹോളും ഷോൾഡറും ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആംഹോളിന്റെ അവിടെ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. ഈ ഷർട്ട് അത്യാവശ്യം നല്ല ലൂസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ലൂസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ബാക്ക് നെക്കിന്റെ വെടുത്ത് 2.25 ഡെപ്ത് 1 ഇഞ്ചും ആണ്. ഫ്രണ്ട് നെക്ക് ഡെപ്ത് 2.5 മാർക്ക് ചെയ്ത് എടുക്കാം. ബോയ്സിന്റെ കുർത്ത തയ്ക്കുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നല്ല, പക്ഷെ സിമ്പിൾ ആയിട്ടാണ് ഇന്നിവിടെ കുർത്ത തയ്ക്കുന്നത്. ഇതെന്റെ സെക്കൻഡ് ട്രൈ ആണ്. ഫസ്റ്റ് ട്രൈ അത്യാവശ്യം നന്നായതിന്റെ കോൺഫിഡൻസ് കൊണ്ടാണ് ഇതിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. ഇനി ഒന്ന് ഷോൾഡർ ഒന്ന് ചരിച്ച് കൊടുക്കണം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് തുണി ഇവിടെ ഉണ്ടായിരുന്നു, എന്നാൽ പ്ലെയിൻ ബ്ലാക്ക് മെറ്റീരിയൽ ഇതേ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതിവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ തയ്ച്ചെടുക്കുന്ന പീസ് കട്ട് ചെയ്യുന്നതിന്റെ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അത് ഒരു 7 ഇഞ്ച് താഴ്ത്തി ഫ്രണ്ടിൽ കട്ട് ചെയ്യണം. എന്നിട്ട് 3 ഇഞ്ച് വീതിയും 9 ഇഞ്ച് ലെങ്തും ഉള്ള ഒരു 2 പീസ് കട്ട് ചെയ്ത് അതിൽ തയ്ച്ചെടുക്കണം. നെക്ക് റൗണ്ട് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കുക. എനിക്ക് ഇവിടെ 16 ഇഞ്ചാണ് ടോട്ടൽ നെക്ക് റൗണ്ട് കിട്ടിയിട്ടുള്ളത്. അതിന്റെ പകുതി 8 ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കോളറിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്യാൻവാസ് എടുത്ത് 2 ആക്കി മടക്കുക. എന്നിട്ട് 8/4 ഒരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കുക. ഇനി ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കോളറിന്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. നെക്ക് റൗണ്ടിന്റെ പകുതി 8 ആണ്, അതും കൂടെ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിലുള്ള കോളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേപോലെ 1 ഇഞ്ച് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ ആ കോളർ വരച്ചെടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കോളർ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോളേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്. കോളറിന്റെ കട്ടിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കട്ടിങ് പക്കയായാൽ സ്റ്റിച്ചിങ് സിമ്പിൾ ആയിട്ട് കറക്റ്റ് റൗണ്ടിൽ കിട്ടും. ഇനി കോളറിന്റെ വീഡിയോ മാത്രമായിട്ട് വേണമെങ്കിൽ വേറെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബട്ടൺസ് ഫിറ്റ് ചെയ്യാൻ എൻ്റെ മെഷീനിൽ തന്നെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബട്ടൺസും ബട്ടൺ ഹോളും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനൊരു രാത്രി കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും വളരെ പെട്ടെന്ന് തയ്ച്ചെടുത്തൊരു കുർത്തയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.